ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ സ്റ്റിച്ചിങ് റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ തലേന്നത്തെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം താഴെ കിടക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ വർക്കൊക്കെ പകുതിയാക്കി വെച്ചിട്ടിട്ട് അപ്പോൾ ഇന്ന് ചെയ്യാനുള്ള വർക്കുകളൊക്കെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഇന്നലെ ചെയ്ത് വെച്ച വർക്കാണ്. ഇതൊരു 1.5 വയസ്സായൊരു ബേബിക്ക് വേണ്ടിയിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു പാൻറ്റും ടോപ്പാണ് കേട്ടോ. നമ്മുടെ ഷറാറ മോഡൽ ചെയ്തെടുക്കുമല്ലോ ആ ഒരു രീതിയിൽ. പാൻറ്റ് നമ്മൾ പലാസ പാൻറ്റായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുള്ളത്. ടോപ്പ് പിന്നെ ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു സ്ലീവും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഒരു ഡ്രസ്സും കൂടെ ചെയ്തെടുക്കാണ്ട് കേട്ടോ. 1 വയസ്സായ ബേബിക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സും കൂടെ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കണം. പക്ഷേ ആ ഒരു ഡ്രസ്സിന് സ്ലീവ് വേണ്ട കേട്ടോ. ഇന്ന് ആ ഒരു വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കട്ടിങ് കഴിഞ്ഞിട്ട് എടുത്ത് വെച്ചതായിരുന്നു. ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ടല്ലോ, ബോഡി ലെങ്ത്തൊക്കെ വരുന്നത് ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ടില്ല. അതിൽ വന്ന് ഒരു സ്കേർട്ട് ഭാഗം വരുന്നുണ്ടല്ലോ, ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ പാൻറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ വർക്ക് വന്നിട്ടുള്ളതാണ് ഈ ഒരു ചുരിദാർ കേട്ടോ. ഈ ഒരു ചുരിദാർ വെച്ചിട്ട് നമുക്ക് ഒരു ബേബിക്കുള്ള ഡ്രസ്സും പിന്നെ ഒരു ചുരിദാറും കൂടെ എങ്ങനെയാണ് ഈ ഒരു ചുരിദാർ ബിറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യേണ്ട കേട്ടോ. പിന്നെ വരുന്നത് ഈ ഒരു പിങ്ക് കളറുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ. ആ ഒരു ഫ്രോക്കാണ് പിന്നെ ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഇപ്പോൾ 2 ദിവസത്തെ പ്ലാനിങ്ങിലൊക്കെയാണ് കേട്ടോ കാര്യങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നോമ്പാണ്, ഭയങ്കര ക്ഷീണമാണ്. നമ്മൾ വിചാരിച്ച പോലെയൊന്നും വർക്കൊന്നും നടക്കണില്ല കേട്ടോ. രാവിലെ എണീറ്റാൽ ഇന്ന വർക്ക് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സ്റ്റിച്ചിങ് റൂമിലേക്ക് കയറും കേട്ടോ. പക്ഷേ പണികളൊന്നും നടക്കില്ല, അപ്പോൾ ഇങ്ങനെ ടയേർഡാവും. അതിൻ്റെ കൂടെ സ്റ്റിച്ചിങ്ങും കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ പാടെ ആകുമ്പോൾ വർക്കുകളൊക്കെ കുറേ പെൻഡിങ്ങിലാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കണമല്ലോ എന്ന് വിചാരിച്ചെങ്ങാണ്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് പറഞ്ഞ സമയത്ത് തന്നെ ഈ വർക്കൊക്കെ ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ സ്ലീവ് ഇല്ലാത്ത ഒരു ഡ്രസ്സും കൂടെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇനി അത് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഫസ്റ്റ് അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ഫസ്റ്റ് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ഈ ഒരു സ്റ്റിച്ചിങ് റൂം ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. ആകെപ്പാട് പരന്ന് കിടക്കുകയാണ്. തലേന്നത്തെ വർക്കിൻ്റെ എല്ലാ കട്ട് പീസുകളും താഴെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഈ റൂമൊന്ന് ക്ലീൻ ചെയ്യണം, എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അതൊന്നും ഈ റൂമൊന്ന് ക്ലീൻ ചെയ്യട്ടെ. അപ്പം നമ്മൾ 1.5 വയസ്സായ ബേബിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ. ആ ഒരു ഡ്രസ്സ് ആ ഒരു മോഡൽ തന്നെ സ്ലീവ് ഇല്ലാണ്ട് ഒരു 1 ഇയർ ബേബിക്കും കൂടെ വേണ്ടി ചെയ്തെടുക്കാണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 1 ഇയർ ബേബിയുടെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ 6 ഇഞ്ചാണ് എടുക്കാറുള്ളത് ബോഡിയുടെ ലെങ്ത്ത്. അപ്പോൾ നമ്മളിവിടെ 5.5 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. കാരണം ആൾ അത്രക്ക് കുറച്ച് ലെങ്ത്ത് കുറവാണ്. അത്രക്കുണ്ട് ലെങ്ത്ത് വേണ്ടെന്ന് കസ്റ്റമർ നമ്മളോട് ആദ്യം പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളത് 5.5 ഇഞ്ചിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളാദ്യം ലൈനിങ്ങിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് ശേഷമാണ് മെയിൻ തുണിയിൽ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. ഇതിൻ്റെ സ്കേർട്ട് പാർട്ട് ആദ്യം കട്ട് ചെയ്തിരുന്നു. അപ്പോൾ ബോഡി പാർട്ട് മാത്രമേ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇതാണ് 1 വയസ്സായ മോൾക്ക് വേണ്ടിയിട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് 1.5 വയസ്സായ മോൾക്ക് വേണ്ടിയിട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചെറിയൊരു 1 ഇഞ്ച് വ്യത്യാസത്തിലാണ് കേട്ടോ രണ്ടും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു മെറ്റീരിയൽ വരുന്നത് ഓർഗാൻസ മെറ്റീരിയലാണ് കേട്ടോ. ഓർഗാൻസ മെറ്റീരിയലിൽ കുറച്ച് വർക്ക് വന്നിട്ടുള്ളൊരു മെറ്റീരിയലായിരുന്നു ഇത്. പാൻറ്റ് പിന്നെ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ തന്നെയായിരുന്നു. ഇതിന് ബാക്കിൽ ഹുക്കും കൂടെ വെച്ച് കൊടുക്കാണ്ട് കേട്ടോ. അത് നമ്മൾ അവസാനമാണ് ചെയ്തെടുക്കുക. പിന്നെ വന്നിട്ടുള്ളതായിരുന്നു ഈ ഒരു മെറ്റീരിയൽ കേട്ടോ. ഈ ഒരു ക്രേപ്പിൻ്റെ മെറ്റീരിയലും പിന്നെ ഒരു സോഫ്റ്റ് എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലായിരുന്നു. ഇത് വെച്ചിട്ട് നമുക്ക് ഞാനിതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നില്ലേ ഡ്രസ്സുകളുടെ. ഇപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ ഡിസൈൻ ചെയ്ത കുറച്ച് ഡ്രസ്സുകളുടെ വീഡിയോ ചെയ്ത് കണ്ടിട്ട് ഒരാൾ കൊണ്ടുവന്ന് തന്നതായിരുന്നു കേട്ടോ. ആ ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ കാണിച്ചു തരാം. ഈ ഒരു ഡ്രസ്സ് കേട്ടോ. ഈ ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ ചെയ്തിരുന്നല്ലോ. ഉള്ളിൽ നമ്മൾ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ടോപ്പും സ്കേർട്ട് പോലെ പാൻറ്റും കൂടെ ചെയ്തെടുത്തിട്ടുള്ള കേട്ടോ. പിന്നെ ഇതിന് വരുന്നത് കോട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു മോഡലിലാണ് കേട്ടോ അവർ ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്.
ഈ ഒരു മോഡലിൽ ചെയ്തെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതായിരുന്നു ഈ ഒരു മെറ്റീരിയൽ. അപ്പോൾ രണ്ടും ഏകദേശം സെയിം മെറ്റീരിയലാണ് കേട്ടോ. ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ളത് കസ്റ്റമർ കൊണ്ടുവന്ന മെറ്റീരിയലിൽ നിന്ന് മാത്രം. അപ്പോൾ ഈ ഒരു മോഡൽ തന്നെയാണ് കേട്ടോ അവർ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു പിങ്ക് ഫ്രോക്കിൻ്റെയും അതേമാതിരി പച്ച ചുരിദാറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അവർക്കൊക്കെ പെരുന്നാൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് വേണ്ടത്. അപ്പോൾ നമ്മൾ സാവകാശം ഒഴിവിനനുസരിച്ചായിരിക്കും ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെയൊന്നും ഇപ്പോൾ നോമ്പായപ്പോൾ നടക്കുന്നില്ല കാര്യങ്ങൾ. അപ്പോൾ ശരി എന്നാൽ, താങ്ക് യു.